മാന്നാർ കുട്ടമ്പേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ലെഗസി ലെതർ വേൾഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പുത്തൻകുളങ്ങര ചെങ്കിലാത്ത് എൽ.പി. സ്കൂളിൽ പഠനോപകരണ വിതരണങ്ങളുടെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി.കെ. പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. മാന്നാർ കുട്ടൻപേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ലെഗസി ലെതർ വേൾഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പുത്തൻകുളങ്ങര ചെങ്കിലാത്ത് എൽ.പി. സ്കൂളിൽ പഠനോപകരണ വിതരണം നടന്നു. ഹെഡ് മിസ്ട്രസ് ശൈലജ കെക്ക് പഠനോപകരണങ്ങൾ കൈമാറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി.കെ. പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു സതീഷ് ഇങ്ങനെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിച്ച് നിർദ്ധനരായിട്ടുള്ളവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ച് അതിന്റെ ഉദ്ഘാടനം മാന്നാറിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ ബഹുമാനിയായ ഇന്നത്തെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അവർ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങുകൾ എന്നെ സംബന്ധിച്ചിട്ടുണ്ട്. അന്നു മുതൽ ഇങ്ങോട്ട് വൈവിധ്യമാർന്ന പരിപാടികൾ ചെയ്യുന്നതാണ്. ഞാൻ വളരെ ബഹുമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് അതിനെ നോക്കിക്കാണുന്നത്. ഞാൻ കരുതി മാന്നാറ് എല്ലാ അർത്ഥത്തിലും നമുക്ക് അഭിമാനിക്കാൻ പറ്റിയ നാടാണ് എന്നുള്ള ഒരു ഉള്ളഹങ്കാരത്തോടുകൂടി നടന്ന ഒരു പൊതുപ്രവർത്തനമാണ്. പല മേഖലകളിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. അപ്പൊ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു, നമ്മൾ ഉദ്ഘാടനമൊക്കെ നടത്തി നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ 1.5 വയസ്സുള്ളവർക്ക് മുന്നിൽ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതായതിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് രക്ഷകർത്താക്കളെല്ലാം തന്നെ മനസ്സിലാക്കി. സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ് അധ്യക്ഷനായി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ജി കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സത്യത്തിൽ വിദ്യാഭ്യാസ പ്രവർത്തനം എന്നുള്ള നിലയിൽ വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം 5 ലക്ഷം കുട്ടികൾ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ 5 ലക്ഷം കുട്ടികൾ 1ാം ക്ലാസ്സിൽ വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം അത് കേവലം 3.4 ലക്ഷം കുട്ടികളായിട്ട് കുറഞ്ഞിരിക്കുന്നു. അത് കേരളത്തിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞത് കൊണ്ടാണ് എന്ന് മാത്രം നമുക്ക് പറയാൻ കഴിയില്ല. കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 വിഭാഗങ്ങളിലായിട്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നത്. ഒന്ന് ഗവൺമെന്റ് മേഖല, 2 എയ്ഡഡ് മേഖല, 3ാമത് അൺഎയ്ഡഡ് മേഖല. അൺഎയ്ഡഡ് മേഖലയിൽ തന്നെ CBSE, ICSE വിദ്യാഭ്യാസം അതിന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നു. അനീഷ് വി കുറുപ്പ്, SMC ചെയർമാൻ സതീഷ് കുമാർ, ലെഗസി ലെതർ വേൾഡ് MD ബിന്ദു കളരിക്കൽ, സുരേഷ് തെക്കേക്കാട്ടിൽ, ഹരി കുട്ടൻപേരൂർ, കോശി പോടിശ്ശേരിൽ, സുഭാഷ് ബാബു, സലിം ചാപ്രയിൽ, വിനീത സുജൻ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ് മാന്നാർ.